എല്ലാവർക്കും ക്ലൗഡ് ഡിസൈൻസിലേക്ക് സ്വാഗതം. ഞാൻ ജിബിൻ ഷഫീഖ്. ഇന്നും ഡിഫറെൻറ്റ് ഫാബ്രിക്കിലുള്ള സാരീസാണ് ഇന്നത്തെ വീഡിയോയിലും വരുന്നത് കേട്ടോ. ഹാൻഡ് വർക്കിൽ വരുന്ന നല്ല ബ്യൂട്ടിഫുൾ സാരീസും വരുന്നുണ്ട്. ചെയിൻ സ്റ്റിച്ച് എംബ്രോയിഡറി വർക്കിലുള്ള സോഫ്റ്റ് സിൽക്കിലുള്ള കളക്ഷൻസും വരുന്നുണ്ട്. ഞാനിപ്പോൾ വീഡിയോയിൽ ഡ്രൈപ്പ് ചെയ്തിരിക്കുന്നത് പ്യുവർ ലിനൻ ആണ് ഈ സാരിയുടെ ഫാബ്രിക് വരുന്നത് കേട്ടോ. എല്ലാ സാരീസും നമുക്ക് വെബ്സൈറ്റ് ത്രൂ ഒരു വാട്സ്ആപ്പ് വഴി പർച്ചേസ് ചെയ്യാം. clouddesigns.com ആണ് വെബ്സൈറ്റ് ലിങ്ക് വരുന്നത്. വീഡിയോ കണ്ടു നോക്കിയാലോ. ഇന്നത്തെ വീഡിയോയിൽ ഫസ്റ്റ് സാരി പ്യുവർ ലിനൻ ആണ് സാരിയുടെ ഫാബ്രിക് വരുന്നത് കേട്ടോ. നല്ലൊരു ഫ്യൂഷൻ പാറ്റേണിലാണ് സാരി വരുന്നത്. ഒരു പീച്ചിഷ് പിങ്ക് ആയിരിക്കും അപ്പ പോഷൻ വരുന്നത്. അതിൽ നോർമലി നമ്മൾ ലിനനിൽ വരുന്ന ആ ഒരു ബോർഡർ ഉണ്ടല്ലോ, ആ ഒരു സ്റ്റൈലിൽ സിമ്പിൾ ബോർഡർ വന്നിട്ട് ബോഡി കംപ്ലീറ്റ് പ്ലെയിൻ ആയിട്ട് ഈ ഒരു പാറ്റേൺ വരും. മുന്താണി വരുമ്പം അക്വാ ഗ്രീൻ ആൻഡ് സ്കൈ ബ്ലൂ ആണ് മുന്താണിയുടെ എൻഡിൽ വരുന്നത്. ഈ ഒരു സ്റ്റൈലിൽ വരും. ലോവർ ഏരിയ അതെ സ്കൈ ബ്ലൂവിൽ തന്നെ ആയിരിക്കും കേട്ടോ വരുന്നത്. പിന്നെ അത് കൂടാതെ ഒരു യെല്ലോ ആൻഡ് ഗ്രീൻ ആ ഒരു പോർഷൻ വരുന്നുണ്ട്. പ്ലീറ്റ്സിന്റെ പോർഷൻ വരുമ്പോൾ കണ്ടോ ഈ ഒരു പേസ്റ്റൽ യെല്ലോയും ഒരു സീ ഗ്രീൻ വരുന്നുണ്ട്. അത് കഴിഞ്ഞ് സ്കൈ ബ്ലൂ ആയിരിക്കും പ്ലീറ്റ്സ് വരുന്നത്. ബ്ലൗസ് വരുന്നതും സെയിം ഇതേ സ്കൈ ബ്ലൂവിൽ തന്നെയായിരിക്കും റണ്ണിങ് ബ്ലൗസ് വരുന്നത്. അടുത്ത സാരി വരുന്നത് പക്ക ഒരു പാർട്ടി വെയർ കാറ്റഗറിയിലുള്ള സാരി ആട്ടോ. സോഫ്റ്റ് സിൽക്കാണ്, സെമി സിൽക്ക് വന്നിട്ട് ഫുൾ ഹാൻഡ് വർക്കിലാണ് സാരി വരുന്നത്. നല്ലൊരു പാറ്റേണിലാണ്. ഒരു ഹാൻഡ് വർക്കിന്റെ മോട്ടീവ്സ് വരുന്നുണ്ട് ബോഡിയിൽ. ഈ ഒരു സ്റ്റൈലായിരിക്കും. ഒരു ഫ്രഞ്ച് നോട്ട്സും ബുള്ളി നോട്ട്സും വെച്ചിട്ടുള്ള ഫ്ലോറൽ ഡിസൈൻസും അതിലൊരു സ്വീക്കൻസ് വർക്കിലും ആയിരിക്കും. നല്ലൊരു പാറ്റേണിലാണ് ഹാൻഡ് വർക്ക് വരുന്നത്. ബോർഡർ ഇല്ല കേട്ടോ, വിത്തൗട്ട് ബോർഡർ വന്നിട്ട് അതേ സ്റ്റൈലിൽ തന്നെ ആയിരിക്കും മുന്തണിയിലും ഹാൻഡ് വർക്ക് വരുന്നത്. ആ ഫ്ലോറൽ ഡിസൈൻസ് വന്നിട്ട് അത് കഴിഞ്ഞ് ഒരു കാന്ത സ്റ്റിച്ചിന്റെ പാറ്റേൺ വരുന്നുണ്ട്. വീണ്ടും ഫ്ലോറൽ പാറ്റേണിൽ തന്നെ ആയിരിക്കും ഹാൻഡ് വർക്ക് വരുന്നത്. ഈ ഒരു സ്റ്റൈലായിരിക്കും വരുന്നത്. പല്ലുവിൽ വരുമ്പോൾ ആ കാന്ത സ്റ്റിച്ചിൽ ഒരു സ്വീക്കൻസ് വർക്ക് കൂടി വരുന്നുണ്ട്. ബോട്ടിൽ ഗ്രീൻ ആണ് സാരിയുടെ ടോൺ വരുന്നത്. ബ്ലൗസിന്റെ സ്ലീവിലും ബോഡിയിൽ അതേ ആ ഒരു ഹാൻഡ് വർക്കിന്റെ ആ ഒരു മോട്ടീവ്സ് ബ്ലൗസിന്റെ സ്ലീവിലും ഉണ്ട്. സെയിം അതേ ഹാൻഡ് വർക്കിൽ തന്നെ കേട്ടോ. സോഫ്റ്റ് സെമി സിൽക്ക് ആണ് സാരിയുടെ ഫാബ്രിക് വരുന്നത്. മൾട്ടി കളർ പാരറ്റിൽ തന്നെ ആയിരിക്കും ഹാൻഡ് വർക്ക് വരുന്നത്. ഈ ഒരു സ്റ്റൈലാണ്. ഇതിന്റെ കളർ പറയുകയാണെങ്കിൽ ഒരു മെറൂൺ ആണ്, ഒരു പേർപ്പിൾ ബ്ലെൻഡഡ് മെറൂൺ ആണ് സാരിയുടെ ടോൺ വരുന്നത്. ഒരു ബീട്രൂട്ട് ടോണും മെറൂണും പേർപ്പിളും എല്ലാം കൂടി ചേർന്ന് വരുന്ന നല്ലൊരു ഷെയ്ഡാണ്. സെയിം സ്റ്റൈലിൽ തന്നെ അതേ പാറ്റേണിൽ തന്നെ ഫുൾ ഹാൻഡ് വർക്ക് ആൻഡ് സ്വീക്കൻസ് വർക്കിലാണ് പല്ലു വരുന്നത് വിത്ത് ബ്ലൗസ്. അടുത്ത കളർ വരുന്ന ഒരു ബ്രൗണിഷ് മസ്റ്റേഡ് യെല്ലോ ആണ് സാരിയുടെ ടോൺ വരുന്നത് കേട്ടോ. ഹാൻഡ് വർക്ക് തന്നെ ഫുൾ ബോഡി ഹാൻഡ് വർക്ക് ആണ്. വിത്തൗട്ട് ബോർഡർ ആണ് എല്ലാ സാരീസും വരുന്നത്. ഫുൾ ആ ഒരു മോട്ടീവ്സ് വരുന്നുണ്ട്. ഹാൻഡ് വർക്കിൽ നല്ല കളർ പാലറ്റിലാട്ടോ ആ ഒരു വർക്ക് വരുന്നത്. മുന്താണി, ബ്ലൗസ്. നല്ലൊരു ഡീപ്പ് നേവി ബ്ലൂ ആണ് നെക്സ്റ്റ് ടോൺ വരുന്നത് കേട്ടോ. സെയിം സ്റ്റൈലിൽ തന്നെ അതേ ഹാൻഡ് വർക്ക് തന്നെയാണ് ബോഡിയും പല്ലും എല്ലാം വരുന്നത്. സെയിം സ്റ്റൈൽ. ബ്ലൗസ്. നെക്സ്റ്റ് കളർ വരുന്നത് ഒരു വാൾനട്ട് ഷെയ്ഡാണ്. നമ്മൾ ചിക്കും ഒരു വാൾനട്ടിന്റെ എല്ലാം ആ ഒരു കാറ്റഗറിയിൽ വരുന്ന സാരി കേട്ടോ. കളറാണ് വരുന്ന സാരിക്ക്. മൾട്ടി കളർ തന്നെ ആയിരിക്കും ഹാൻഡ് വർക്ക് ആ ഒരു മോട്ടീവ്സ് വരുന്നുണ്ട്. ബോഡി കംപ്ലീറ്റ് വന്നിട്ട് വിത്തൗട്ട് ബോർഡർ ആയിരിക്കും സാരിയുടെ സ്റ്റൈൽ വരുന്നത്. ബ്യൂട്ടിഫുൾ കളർ പാലറ്റിലാണ് സാരിയുടെ മുന്തണിയിലും ആ ഒരു ഹാൻഡ് വർക്ക് വരുന്നത്. ഈ ഒരു സ്റ്റൈലായിരിക്കും. സോഫ്റ്റ് സെമി സിൽക്കാണ് എല്ലാ സാരീസിനും ഫാബ്രിക് വിത്ത് ബ്ലൗസ്. ബ്ലൗസിന്റെ സ്ലീവിലും ആ ഒരു മോട്ടീവ്സ് വരും. അടുത്ത സാരി കാറ്റഗറി മാറിയിട്ടുണ്ട് കേട്ടോ. ഫാബ്രിക് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. സോഫ്റ്റ് സിൽക്കാണ്, സെമി സിൽക്കാണ് സാരിയുടെ ഫാബ്രിക് വരുന്നത്. നല്ലൊരു കളർ പാലറ്റ് ആണ്. ലാവൻഡർ ആണ് സാരിയുടെ ഷെയ്ഡ് വരുന്നത്. ഇതിലൊരു നല്ലൊരു ഡിഫറെൻറ്റ് പാറ്റേണിൽ ഒരു ഡിജിറ്റൽ പ്രിന്റും അതിലൊരു ചെയിൻ സ്റ്റിച്ച് എംബ്രോയിഡറി വർക്കാണ് സാരി വരുന്നത് കേട്ടോ. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം. സാരി വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. നല്ല ഒതുങ്ങി നിൽക്കുന്ന ഫാബ്രിക് ആണ്. നോൺ ട്രാൻസ്പെറന്റ് ആണ് മെറ്റീരിയൽ. നമുക്ക് 1 ലെയറിൽ ഡ്രേപ്പ് ചെയ്യേണ്ടവർക്ക് അങ്ങനെ ഡ്രേപ്പ് ചെയ്യാം. പ്ലീറ്റ്സ് എടുത്ത് കൊടുക്കുകയാണെങ്കിലും നല്ല നീറ്റ് ആയിട്ടുള്ള പ്ലീറ്റ്സ് കിട്ടും. കണ്ടോ, ഈ ഒരു പാറ്റേണിലായിരിക്കും നമ്മൾ ഉടുക്കുകയാണെങ്കിലും നല്ല ഒതുങ്ങി നിൽക്കുന്ന ഫാബ്രിക് ആണ്. ഇതിന്റെ ഡീറ്റെയിലിംഗ് പറയുകയാണെങ്കിൽ ബോഡിയിൽ കണ്ടോ ഒരു ഡിസ്ചാർജ് ഡിസൈൻസ് ആണ് ഫ്ലോറൽ പാറ്റേണിൽ വരുന്നത്. ലാവൻഡറിൽ ഡിസ്ചാർജ് പ്രിന്റ് വരുന്നുണ്ട്. അതിലും ആ ഒരു ചെയിൻ സ്റ്റിച്ച് പാറ്റേണിലുള്ള വർക്ക് ആയിരിക്കും ഹൈലൈറ്റ് ചെയ്യുന്നത്. കണ്ടോ, ഈ ഒരു സ്റ്റൈലായിരിക്കും ആ ഒരു വർക്ക് വരുന്നത്. ചെയിൻ സ്റ്റിച്ച് എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട്. വീണ്ടും അതേ ഫ്ലോറൽ ഡിസ്ചാർജ് പ്രിന്റ് ആയിരിക്കും ബോഡി കംപ്ലീറ്റ് വരുന്നത്. വളരെ ലൈറ്റ് വെയിറ്റ് ആട്ടോ സാരിയുടെ മെറ്റീരിയൽ. ഇതായിരിക്കും സാരിയുടെ ഒരു ടെക്സ്ചർ ഇങ്ങനെയാണ് വരിക. ബോർഡർ നല്ല പാറ്റേണിലാണ്, ബ്യൂട്ടിഫുൾ പാറ്റേണിൽ നല്ലൊരു പേൾ ക്രീമിലാണ് ബോർഡർ വരുന്നത്. ബോർഡറിലും അതേ ആ ഒരു ചെയിൻ സ്റ്റിച്ച് എംബ്രോയിഡറി വർക്ക് ആയിരിക്കും ഫ്ലോറൽ ഡീറ്റെയിൽസും വരുന്നത്. ഈ ഒരു സ്റ്റൈലായിരിക്കും വരിക. വീണ്ടും ഒരു സെറി വുവൺ പാറ്റേണിലുള്ള സിമ്പിൾ ബോർഡർ. ലാവൻഡർ ടോണിൽ തന്നെ സെറിയിലായിരിക്കും സിമ്പിൾ ബോർഡർ വരുന്നത്. മുന്താണി സെയിം പാറ്റേൺ തന്നെ കേട്ടോ. പല്ലുവിലും അതേ ആ ഒരു വർക്ക് തന്നെയാണ്. ആ ഒരു പേൾ ക്രീമിൽ കണ്ടോ ഈ ഒരു പാറ്റേണാണ് ഫ്ലോറൽ ഡിസൈൻസും അതിൽ ആ ഒരു ചെയിൻ സ്റ്റിച്ച് എംബ്രോയിഡറി വർക്കും ആയിരിക്കും വരിക. നല്ല ഡിഫറെൻറ്റ് കളർ പാലറ്റിലാണ് ആ ഒരു വർക്ക് വരുന്നത്. മുന്താണിയിൽ വരുമ്പോൾ ഒരു ലീഫ് പാറ്റേൺസ് വരുന്നുണ്ട്, ഫ്ലോറൽ ഡിസൈൻസ്. ഈ ഒരു സ്റ്റൈൽ വരും. ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് ഇതിൻ്റെ ബ്ലൗസാണ്. അതേ ഫ്ലോറൽ ഡിസൈനിൽ തന്നെ നമ്മൾ ബോർഡറിൽ മുന്താണിയിലും വരുന്ന അതേ ഫ്ലോറൽ ഡിസൈനിൽ തന്നെയായിരിക്കും
സാരിയിൽ റണ്ണിങ് ബ്ലൗസ് വരുന്നത് ഈ ഒരു പാറ്റേണിലാണ് വരുന്നത്. ബ്ലൗസ് സഫിഷ്യൻ്റ് ആണ്, നമുക്ക് 1 മീറ്റർ ലെങ്ത്തിൽ ബ്ലൗസ് കിട്ടുന്നുണ്ട്. സെയിം സ്റ്റൈലിൽ തന്നെ കേട്ടോ, സോഫ്റ്റ് സെമി സിൽക്ക് തന്നെയാണ്. അക്വാ ഗ്രീൻ ആണ് സാരിയുടെ ടോൺ വരുന്നത്. ഇതിലും അതേ ഫ്ലോറൽ ഡിസൈൻസ് തന്നെ, ബോഡി വന്നിട്ട് ഫുൾ ആ ഒരു ചെയിൻ സ്റ്റിച്ച് എംബ്രോയിഡറി വർക്കിലുള്ള മോട്ടീവ്സ് ആയിരിക്കും വരുന്നത്. ഈ ഒരു പാറ്റേണിലാണ് ആ ഒരു ഡിസ്ചാർജ് പ്രിന്റും അതിൽ ഒരു ചെയിൻ സ്റ്റിച്ച് എംബ്രോയിഡറി വർക്ക് വരുന്നത് ഈ ഒരു സ്റ്റൈലിലായിരിക്കും. ഈ ഒരു പാറ്റേൺ വരും. വീണ്ടും ആ ഒരു ഫ്ലോറൽ ഡിസൈൻസ് ഈ ഒരു സ്റ്റൈലായിരിക്കും. ചെയിൻ സ്റ്റിച്ച് വിത്ത് ബോർഡറിലും അതേ വർക്ക് തന്നെ വന്നിട്ട് ഒരു സെറി വൺ സിമ്പിൾ ബോർഡർ ആയിരിക്കും കേട്ടോ, മുന്താനിയുടെ ബോർഡറിന്റെ എൻഡിൽ വരുന്നത്. പല്ലു, ഫ്ലോറൽ ബ്ലൗസ്. അടുത്ത സാരി വരുന്നത് ഒരു റോസ് ഗോൾഡിന്റെ എല്ലാം ആ ഒരു കാറ്റഗറിയിൽ വരുന്ന സാരി കേട്ടോ. നല്ലൊരു ഷെയ്ഡാണ്, വളരെ സോഫ്റ്റ് കളർ പാലറ്റിലാണ് സാരി വരുന്നത്. സെയിം സ്റ്റൈൽ തന്നെ ഫ്ലോറൽ ഡിസൈൻസ് ഫുൾ വന്നിട്ട് അതിൽ ആ ഒരു ചെയിൻ സ്റ്റിച്ച് എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട്. ഡിഫറെൻറ്റ് കളർ പാലറ്റിലായിരിക്കും. ബോർഡറിൽ ആ ഒരു ചെയിൻ സ്റ്റിച്ച് വർക്ക് വന്നിട്ട് മുന്താണി, പ്രിന്റഡ് ബ്ലൗസ്. നെക്സ്റ്റ് കളർ വരുന്നത് അക്വാ ബ്ലൂ ആണ്. നല്ലൊരു ഓഷ്യൻ ബ്ലൂ ആണ് സാരിയുടെ ഷെയ്ഡ് കേട്ടോ. പാറ്റേൺ എല്ലാം സെയിം തന്നെ. ഫ്ലോറൽ ഡിസ്ചാർജ് പ്രിന്റ്, അതിൽ ആ ഒരു ഹൈലൈറ്റ് ചെയ്യുന്നത് ചെയിൻ സ്റ്റിച്ച് ആ ഒരു ഫ്ലോറൽ എംബ്രോയിഡറി വർക്കിന്റെ മോട്ടീവ്സ് വരുന്നുണ്ടാവും. സ്കാറ്റേർഡ് ഫോമിലായിരിക്കും വരുന്നത്. ഫ്ലോറൽ ഡിസൈനിൽ തന്നെ ആയിരിക്കും. റണ്ണിങ് ബ്ലൗസ് വിത്ത് റണ്ണിങ് ബോർഡർ വിത്ത് ബ്ലൗസ്. അടുത്ത കളർ വരുന്നത് ഒരു ഒലിവ് ഗ്രീൻ ആണ്. മൈൽഡ് ഒലിവ് ഗ്രീൻ ആട്ടോ സാരിയുടെ ഷെയ്ഡ് വരുന്നത്. എല്ലാം നല്ല സോഫ്റ്റ് കളർ പാറ്റേണിലാണ് സാരി വരുന്നത്. നല്ല സോഫ്റ്റ് മെറ്റീരിയലും ആണ്. വളരെ ലൈറ്റ് വെയിറ്റ് ആണ് സാരിയുടെ ഫാബ്രിക്. നമുക്ക് നല്ലൊരു ക്ലാസി ലുക്കിൽ ഡ്രേപ്പ് ചെയ്യാവുന്ന സാരീസാണ്. നമുക്ക് അമ്മമാർക്ക് ഗിഫ്റ്റ് കൊടുക്കാനും നമുക്കൊരു സെമി പാർട്ടി വെയർ ആയിട്ടെല്ലാം നമുക്ക് കൊടുക്കാവുന്ന സാരീസാണ്. വർക്ക് വെയർ ആയിട്ട് നമുക്ക് ഡ്രേപ്പ് ചെയ്യാം, കാരണം വളരെ ഈസിയാണ് ക്യാരി ചെയ്യാൻ. വളരെ ഫ്ലോയി ആയിട്ട് നല്ല ഒതുങ്ങി നിൽക്കുന്ന ഫാബ്രിക്കാണ്. സെയിം സ്റ്റൈൽ ബോർഡർ, ബോഡി സെയിം പാറ്റേൺ തന്നെ, പ്രിന്റഡ് ബ്ലൗസ്. ഇന്ന് വന്നത് നല്ല ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആയിരുന്നു. ഡിഫറെൻറ്റ് ഫാബ്രിക്കിലുള്ള പാർട്ടി വെയർ സാരീസ് ആയിരുന്നു വന്നത്. ഈ ടൈപ്പ് സാരിയിൽ ലാസ്റ്റ് കളറാണ് വരുന്നത്. നല്ലൊരു മൈൽഡ് ഗ്രേ ആണ് സാരിയുടെ ഷെയ്ഡ് വരുന്നത് കേട്ടോ. ഗ്രേയിലും സെയിം സ്റ്റൈൽ തന്നെ ഫ്ലോറൽ ഡിസ്ചാർജ് പ്രിന്റ്, ആ ഒരു ചെയിൻ സ്റ്റിച്ച് എംബ്രോയിഡറി വർക്ക് വന്നിട്ട് പ്രിന്റഡ് ബോർഡർ, പ്രിന്റഡ് പല്ലു. അതേ സ്റ്റൈലിൽ തന്നെയായിരിക്കും റണ്ണിങ് ബ്ലൗസും വരുന്നത്.